തിരുവനന്തപുരം ജില്ലയിൽ മലയൻകീഴിന് സമീപം അന്തിയൂർക്കോണം പണിതിരിക്കുന്ന നല്ല മനോഹരമായ ഒരു സെമി കണ്ടംപററി ഡിസൈൻ വരുന്ന ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 450 മീറ്റർ മാത്രം മാറി പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു ബഡ്ജറ്റ് വീടാണ് ഈ കാണുന്നത്. 4 സെൻറ്റ് ലാൻഡിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമും 3 അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിൻ്റെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ. കംപ്ലീറ്റ് ആയിട്ട് വാസ്തുപ്രകാരം തന്നെയാണ് ഈ വീടെല്ലാം പണിതിരിക്കുന്നത്. കിഴക്ക് ദർശനം തന്നെയാണ് വീടിന് വന്നിരിക്കുന്നത്. 5 മീറ്റർ ടാർ ഫ്രണ്ടേജ് ഒക്കെ തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ടിൽ നൽകിയിട്ടുള്ളത്. ഈ വീടിൻ്റെ ചുറ്റുപാട് മുഴുവനും നല്ല വില്ല പ്രോപ്പർട്ടീസൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് വീട് പണിതിരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലൂടെ കിടക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീട് മേടിക്കുന്നവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. മെയിൻ റോഡിൽ നിന്ന് 450 മീറ്റർ മാത്രം മാറിയിട്ടാണ് വീട് പണിയെടുപ്പിച്ചിരിക്കുന്നത്. ഗവൺമെൻറ് സ്കൂൾ, കോളേജ്, അതുപോലെ തന്നെ വലിയ ഹോസ്പിറ്റലൊക്കെ തന്നെ വീടിൻ്റെ ചുറ്റളവിൽ വന്നിട്ടുമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വീടിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ അന്തിയൂർക്കോണമാണ്. അപ്പോൾ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലൂടെ കടക്കാം. ഈ കാണുന്ന ഫ്രണ്ടേജ് മുഴുവനും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. 2 കാർ വരെ സുഖമായി പാർക്ക് ചെയ്യാനുള്ള സ്പേസും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു മനോഹരമായ ഗാർഡൻ പ്രൊവിഷനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട്. 6x4 സിറ്റ് ഔട്ടിൻ്റെ ഡയമെൻഷൻ. സിറ്റ് ഔട്ടിൽ തന്നെ വോൾട്ടേലൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ സിറ്റ് ഔട്ടിൽ കൊടുത്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും കൂടാതെ തന്നെ ഫാൻസി ലൈറ്റൊക്കെ തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ഡോർ മുഴുവനും പണിതിരിക്കുന്നത് പ്ലാവിൻ തടിയിലാണ്. സിറ്റ് ഔട്ടിൽ നിന്ന് ഉള്ളിലേക്ക് കടക്കുമ്പോൾ നല്ല വിശാലമേറിയ ലീവിംഗ് ഏരിയ നൽകിയിട്ടുണ്ട്. 18x12 ലീവിംഗ് ഏരിയ ഡയമെൻഷൻ. കജേരിയുടെ ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് വീടിന് ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. വി ഗാർഡിൻ്റെ വയറിംഗ് തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല മനോഹരമായ TV യൂണിറ്റ് തന്നെയാണ് ലിവിംഗ് ഏരിയയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു സെപ്പറേറ്റ് ഷെൽഫൊക്കെ അറേഞ്ച് ചെയ്തോടെ തന്നെയാണ് ലിവിംഗ് ഏരിയ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റും അതുകൂടാതെ തന്നെ ഫാൻസി ലൈറ്റ്സ് ഒക്കെ തന്നെ ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. 12x8 ഡയമെൻഷൻ വരുന്ന ഒരു ഡൈനിങ് ഏരിയയാണ്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് ഡൈനിങ് ഏരിയ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഡെക്കറേഷനായിട്ട്. ഡൈനിങ് ഏരിയയ്ക്കായിട്ടുള്ള ഒരു വാഷിംഗ് ഏരിയ നൽകിയിട്ടുണ്ട്. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഒരു ഓപ്പൺ കിച്ചൺ നൽകിയിട്ടുള്ളത്. വുഡൻ പാർട്ടീഷൻ നൽകിക്കൊണ്ട് തന്നെയാണ് കിച്ചണിലോട്ട് പ്രവേശിക്കുന്നതിൻ്റെ എൻട്രൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷായ ടൈൽസാണ് കിച്ചണിൽ യൂസ് ചെയ്തിട്ടുള്ളത്. 10x10 ഡയമെൻഷൻ വരുന്ന മനോഹരമായൊരു മോഡേൺ രീതിയിലുള്ള കിച്ചൺ തന്നെയാണ് പണിതിട്ടുള്ളത്. മാക്സിമം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. അതിനായിട്ട് തന്നെ ഒരുപാട് ക്യാബിനറ്റ്സ് മുകളിലും താഴെയുമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വീട് 3 BHK ആണ്. ആദ്യത്തെ ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിലാണ്. 12x12 ഡയമെൻഷൻ വരുന്ന മനോഹരമായൊരു റൂം തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വാൾ റൂപ്സ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് മുഴുവനും തടിയിലാണ് പണിതിരിക്കുന്നത്. LED സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ നല്ല മനോഹരമാക്കുവാൻ വേണ്ടി നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ പോകുന്നതിന് മുൻപേ തന്നെ ഒരു ഓപ്പൺ സ്പേസ് നൽകിയിട്ടുണ്ട്. ഈ ഓപ്പൺ സ്പേസ് വീടിനകത്തേക്ക് നല്ല ലൈറ്റ് പ്രവേശിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. കൂടാതെ തന്നെ ഒരു ഫ്ലവർ ഷെൽഫൊക്കെ ഡിസൈനായിട്ട് വാളിൽ ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറി മുകളിൽ വരുമ്പോഴത്തേക്കും കാണുന്ന മനോഹരമായ ഒരു ഹാളാണ് ഇത്. 18x16 ഡയമെൻഷൻ. ഒരു TV യൂണിറ്റ് ഫസ്റ്റ് ഫ്ലോറിലെ മെയിൻ ഹാളിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വുഡൻ ഷെൽഫ് തന്നെയാണ് ഹാളിൽ പണിയെടുപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. 12x10 റൂമിൻ്റെ ഡയമെൻഷൻ. വാൾ റൂപ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം. 12x12 റൂമിൻ്റെ ഡയമെൻഷൻ. ഒരു വാൾ റൂപ്സ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂമും. ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഓപ്പൺ സ്പേസ് നൽകിയിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷനും കാര്യങ്ങളെല്ലാം ആ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ ടെറസിലോട്ട് പോകാനുള്ള സ്റ്റെയറും കാര്യങ്ങളും ഈ ഒരു ഓപ്പൺ സ്പേസിൽ നിന്നാണ് എൻട്രൻസ് വന്നിരിക്കുന്നത്. വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോകാം. 6x4 ഡയമെൻഷൻ വരുന്ന ബാൽക്കണിയാണ് വീടിന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫാൻസി ലൈറ്റ്സ് ഒക്കെ തന്നെയാണ് ബാൽക്കണിയുടെ ഡിസൈനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയുടെ ഹാൻഡിൽസ് മുഴുവനും സ്റ്റീലും അതുപോലെ തന്നെ ഗ്ലാസ്സിലാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അന്തിയൂർക്കോണം ഭാഗത്ത് 4 സെൻറ്റ് ലാൻഡിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടുത്തി പണി കഴിപ്പിച്ചിരിക്കുന്ന ബഡ്ജറ്റഡ് ഹോമിൻ്റെ ആസ്കിംഗ് പ്രൈസ് വെറും 46 ലക്ഷമാണ്. അത് തികച്ച് നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിലോ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീട് മേടിക്കുവാൻ താല്പര്യമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്.